ലഹരിക്കെതിരെ ഇരുചക്ര വാഹന ബോധവൽക്കരണ റാലിയുമായി വിദ്യാർത്ഥികളും അധ്യാപകരും. ലഹരി നാടിന് വിപത്തെന്ന് തിരിച്ചറിഞ്ഞ് വെള്ളിമാടുകുന്ന് സെന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ ലഹരിക്കെതിരായി പോലീസിന് ഒപ്പമെന്നും പ്രതിജ്ഞ ചെയ്തു. വീട് തകർത്തും നീങ്ങിയിടുന്നൊരു കാലത്ത് അരുതേ അരുതേ ചങ്ങാതി ലഹരിക്കടിമയാവരുതേ. വെള്ളിമാടുകുന്ന് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ലഹരിക്കെതിരെ സൈക്കിൾ റാലി നടത്തിയത്. രാവിലെ സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലിക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ഇരുചക്ര വാഹനങ്ങളിൽ അകമ്പടിയായി നീങ്ങി. കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി നാടിന് വിപത്താണെന്നും ഈ തലമുറയെയും ഇനി വരുന്ന തലമുറയെയും ലഹരിയുടെ കെണിയിൽ നിന്നും രക്ഷിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയൊരു വിപത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഹരി തന്നെയാണ്. വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ തുടർന്ന് ഹെഡ് മിസ്ട്രസ് സി ടെസി മരിയ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. വിദ്യാർത്ഥികൾ ചേവായൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് ലഹരിക്കെതിരെ പോരാടുന്ന പോലീസ് സേനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ നോക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ അതിക്രൂരമായിട്ട് വിമർശിക്കുകയും അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണാതെ പോവുകയും ചെയ്യുന്നവരുണ്ട്. പോലീസ് സ്റ്റേഷനിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വിവിധ നടപടിക്രമങ്ങളെക്കുറിച്ചും സെക്ഷൻ ഹെഡ് ഓഫീസർ ഷീല വിശദീകരിച്ചു. SI ശരത്, ജനമൈത്രി പോലീസ് ഓഫീസർ സന്ദീപ്, ഷെബിൻ, സ്കൂൾ മാനേജർ ഫാദർ സജീവ് വർഗീസ്, 15ാം വാർഡ് കൗൺസിലർ TK ചന്ദ്രൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ എൽസിറ്റ്, അഞ്ജിത എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.